ഹലോ, അപ്പം നമുക്കിന്ന് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ട്രസ്ലെച്ചസ് കേക്ക് ഒരു പുതിയൊരു ഫ്ലേവറിലായിട്ട് ചെയ്താലോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറാണ് ടെൻഡർ കോക്കനട്ട് അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ഒരു ഫ്ലേവറിലാണ് ഞാനിന്ന് ട്രസ്ലെച്ചസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും എന്തായാലും എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണാം, എന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ അന്നസ് കിച്ചൻ ലാബ് ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടിപ്പുറത്തെ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടെ നിൽക്കാം കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് സെറ്റാക്കി വെക്കാം. അപ്പോൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഇതെല്ലാം ഡ്രൈ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, പിന്നെ കൊക്കോ പൗഡർ, ഇതൊക്കെയാണ് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ വനില കേക്കിനായിക്കൊണ്ട് നമുക്ക് കൊക്കോ പൗഡർ വേണ്ട കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് മൈദ, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞങ്ങൾക്ക് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇത് ഏകദേശം ഞാനിവിടെ 3 പ്രാവശ്യമായിട്ടാണ് അരിച്ചെടുക്കുന്നത്. അപ്പോൾ അരിച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് കേക്കായിട്ട് കിട്ടും. ഇനി ഞങ്ങൾക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് ഞങ്ങൾക്ക് 3 മുട്ട ഉടച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മുട്ട നന്നായി പൊന്തി വരുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടയുടെ നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ഇതിലേക്ക് 3/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ബാറ്ററിലേക്ക് ഞങ്ങൾക്ക് 1 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓരോ ഇൻഗ്രീഡിയൻസും മുട്ടയിലേക്ക് അല്ലെങ്കിൽ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ലോ സ്പീഡിലായിരിക്കും നമ്മുടെ ബീറ്റർ കേട്ടോ. ഇനി ഇതിലേക്ക് ഞങ്ങൾക്കൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ ബീറ്റർ ഓഫാക്കാം. ഇനി ഞങ്ങൾക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഫോൾഡിങ്ങിന് കട്ട് ആൻഡ് ഫോൾഡ് എന്നാന്ന് പറയില്ലേ. അപ്പോൾ ഇതുപോലെ തന്നെ കുറച്ചായി ഇട്ട് കൊടുത്തിട്ട് ഫുള്ളായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിവിടെ കേക്ക് ടിന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്, ഓയിലും അതുപോലെ തന്നെ മൈദയും വെച്ചിട്ട്. ഇനി ഞങ്ങൾക്ക് ബാറ്റർ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ബാറ്റർ കേക്ക് ടിന്നിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ടാപ്പ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കേക്കിൽ എയർ ബബിൾസ് ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു പാത്രം പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്, അതിലേക്ക് സ്റ്റാൻഡ് വെച്ചിട്ട് കേക്ക് ടിന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഏകദേശം ഒരു 25 to 30 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ നന്നായി റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഇനി ഇതൊന്ന് ഒരു ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഞാൻ തൊടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നിങ്ങൾക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇളനീർ എടുക്കാം. അപ്പോൾ ഞാനിവിടെ 4 ഇളനീരാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾക്ക് ഇളനീരിൻ്റെ വെള്ളം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇളനീരിൻ്റെ കാമ്പും വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു പാത്രം ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞങ്ങൾക്ക് 6 ഗ്ലാസ് ഇളനീരിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഞങ്ങൾക്ക് ഇളനീരിൻ്റെ വെള്ളത്തിലേക്ക് ഒരു 10 ഗ്രാം ചൈന ഗ്രാസും അതുപോലെ തന്നെ 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചൈന ഗ്രാസും അതുപോലെ തന്നെ പഞ്ചസാര ഒക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഇളനീരിൻ്റെ പീസസ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചിരണ്ടിയിട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇട്ടുകൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ആയിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ഒരു ഗ്ലാസ് ട്രേയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു 15 മിനിറ്റ് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രീസറിൽ വെക്കാം. ഇനി ഞങ്ങൾക്ക് കേക്ക് സോക്ക് ചെയ്യേണ്ട ക്രീം തയ്യാറാക്കിയെടുക്കാം. നേരത്തെ ചുരണ്ടി വെച്ച് ഇളനീർ ഒരു മിക്സിയിലേക്ക് ഇട്ടെടുക്കാം. എന്നിട്ട് ഒരു 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മധുരം നോക്കിയിട്ട് ഞങ്ങൾക്ക് പിന്നീട് മിൽക്ക് മെയ്ഡ് ആവശ്യത്തിന് ഒഴിച്ചെടുക്കാം. ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഫ്രഷ് ക്രീം ഒഴിച്ചെടുക്കാം. അതുപോലെ തന്നെ 1 കപ്പ് പാലും പിന്നെ മധുരം കുറച്ച് കുറവായതുകൊണ്ട് ഒരു 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾക്ക് കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നേരത്തെ 15 മിനിറ്റ് സെറ്റ് ചെയ്യാൻ വെച്ച് നമ്മുടെ ഇളനീരിൻ്റെ വെള്ളം ഇവിടെ നന്നായി സെറ്റായിട്ടുണ്ട്. ഞാനിവിടെ ഒരു ഗ്ലാസ് ട്രേ എടുത്തിട്ടുണ്ട്. ഇതിലാണ് ഞാൻ ട്രസ്ലെച്ചസ് സെറ്റാക്കി വെക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾക്ക് കേക്ക് വെച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലത്തെ ഒരു സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ഫുള്ളായിട്ട് ഒന്ന് ഹോൾസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചാൽ ഞങ്ങൾ
സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രീം ഒഴിക്കും, നന്നായിട്ട് സോക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ നേരത്തെ മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ക്രീം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കേക്ക് നന്നായിട്ട് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞങ്ങൾക്ക് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഇളനീരിൻ്റെ വെള്ളത്തിൻ്റെ അത് വെച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞങ്ങൾക്ക് ആദ്യം കേക്ക് വെച്ചെടുക്കാം. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ഫുള്ളായിട്ട് ഹോൾസ് ഇട്ടെടുക്കാം. അതിനുശേഷം ഇളനീരിൻ്റെ ക്രീം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കേക്ക് സോക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഒഴിച്ചിട്ട് ഓവർനൈറ്റ് വെക്കുമ്പോഴാണ് ഇത് നല്ല സോഫ്റ്റ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവാം. ഇനി ഞങ്ങൾക്ക് സാധാരണ ഡ്രസ് ലെച്ചസിനൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഇതുപോലെ പൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് പിസ്താഷ്യോൻ്റെ സ്ലൈസസും അതുപോലെ തന്നെ നമ്മുടെ ഫ്രഷ് റോസ് പെറ്റൽസ് കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കഴിക്കാൻ പോകുന്ന സമയത്ത് ബാക്കിയുള്ള ക്രീം കൂടെ ഇതിലേക്ക് ഒഴിച്ചിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. നല്ല സോഫ്റ്റ്നെസ്സും ഒരു ഇളനീരിൻ്റെ ഒരു ഫ്ലേവറൊക്കെ വരുമ്പോൾ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അന്വേസ് കിച്ചൻ ലാബ് ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടിപ്പുറത്തെ ബെല്ലൈക്കുള്ള ഓളുന്ന ഓപ്ഷൻ കൂടെ നിൽക്കാം. അപ്പോൾ ഇനി പുതിയ റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതിലേക്കും സ്റ്റേ ട്യൂൺഡ്. അസ്സലാമു അലൈക്കും.